നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതി ഒരുക്കി ഉറക്കി എന്റെ അടുത്ത് കൊണ്ട് കിടത്തും. അച്ഛനറിയോ, ഞാൻ എന്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതും ഉറങ്ങുമ്പോ മാത്രമാ. ബാക്കി സമയമെല്ലാം ഇവരുടെ അടുത്താ. അങ്ങനെ അമ്മയുടെ ലേബൽ അടിച്ച് ഞാൻ എന്തിനാ ഈ മുറിയിലിരിക്കുന്നെ? കുറച്ചു ദിവസമായി ഞാനിത് പറയണമെന്ന് കരുതിയിട്ട്. അതില് നീ പറയുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ഞാൻ അനുഭവിക്കുന്നത് എങ്ങനെയാ തെറ്റിദ്ധാരണയാവുന്നേ? എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അതിനെ ചുമന്ന് പ്രസവിച്ചത്. എന്ന് പറഞ്ഞ അർച്ചനയ്ക്ക് അതിന് അവകാശമില്ലെന്നാണോ? അർച്ചന കുഞ്ഞിന്റെ വെല്ലുമയല്ലേ? അവകാശം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. അമ്മയേക്കാൾ അവകാശം സ്ഥാപിക്കാൻ വരരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാത്തിനും ഒരു അതിരുണ്ട്. അത് സ്വയം മനസ്സിലാക്കാതെ ഓരോന്ന് സംസാരിപ്പിച്ചോളൂ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കിടക്കുന്നത് നിന്റെയും സന്ദീപിന്റെയും മകളാ. ഏറ്റവും കൂടുതൽ അവൾക്ക് മേൽ അവകാശവും അധികാരവും നിങ്ങൾക്ക് തന്നെയാ. അർച്ചന കൊണ്ടു നടക്കുന്നെന്ന് കരുതി തീരുന്നതാണോ നീയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം? നീ അങ്ങനെ ആലോചിക്കുന്നതേ തെറ്റാ. അത് അർച്ചനയോട് പറഞ്ഞത് അതിലും വലിയ തെറ്റ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ബന്ധമൊന്നും ഒരിക്കലും ആരാലും അറ്റുപോകുന്നതല്ല. അങ്ങനെ ഒരു പേടിയും വേണ്ട. ഇത് നിന്റെ സ്വന്തം ചേച്ചിയല്ലേ. ഒരു വയറ്റിൽ നിന്ന് വന്ന് നിങ്ങള് ഇതിന്റെ പേരിൽ വഴക്കു കൂടുന്നത് ശരിയാണോ? അർച്ചനയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട്. ആ സ്നേഹം തന്നെ നിന്റെ കുഞ്ഞിനോടും ഉണ്ടാവും. അതിലെല്ലാം ഉപരി നിന്നെ സഹായിക്കുക കൂടിയല്ലേ അർച്ചന ചെയ്യുന്നത്? ആ സഹായം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ തന്നെ പറഞ്ഞില്ലേ, വേണേ സഹായത്തിന് ജോലിക്ക് ആരെങ്കിലും നിർത്തിക്കോളാൻ. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. അപ്പോ ഒരു ജോലിക്കാരി വന്ന് നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതിലും സഹായിക്കുന്നതിലും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? നിന്റെ ചേച്ചിയായി എനിക്ക് കുഞ്ഞിനെ എടുത്തുകൂടാ അല്ലേ? അത്രയ്ക്ക് തെറ്റുകാരിയായോ ഞാൻ നിനക്ക്? എനിക്കിതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനിയും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് ആവർത്തിച്ച് പറയിപ്പിക്കല്ലേ. ഇപ്പോഴും എന്റെ ചേച്ചിയൊക്കെ തന്നെയാ. ആ ബന്ധം എന്റെ കുഞ്ഞിലേക്ക് കൂടുതൽ വളരാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ദയവായി എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.